അപ്പോൾ എന്തായാലും വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്. സ്റ്റാർട്ടിങ് നമ്മൾ വെള്ളം വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലീക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂളൻ്റ് ലീക്കായിട്ടുള്ളത് ഭാഗം എന്ന് പറഞ്ഞാൽ ബാക്കിൽ പുറകാൻ്റെ എൽബോയിൽ ആ ഒരു ഭാഗത്താണ് നനവ്. അവിടെ നിന്നാണ് ലീക്കുള്ളത്. കൂളൻ്റ് ലീക്കായി പോയിക്കൊണ്ടുണ്ട്. അവിടെ നിന്ന് അതിനുള്ളിൽ മനസ്സിലാവില്ല. ഈ ഒരു ഭാഗത്തായിട്ട് ലീക്ക് വരുന്നു. ലീക്ക് വരുന്നത് ഈ ഒരു ഭാഗത്ത്, എവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ലീക്കുള്ളത്. വീഡിയോയിൽ കറക്റ്റ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കറക്റ്റ് ലീക്കുള്ളത് താഴെ എൽബോൻ്റെ ഭാഗത്തുനിന്ന് ലീക്കായിട്ട് താഴേക്ക് വെള്ളം പോകുന്നുണ്ട്. വീഡിയോയിൽ കറക്റ്റ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ മാനിഫോൾഡ് ഈ ഭാഗങ്ങളൊക്കെ അയച്ചു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കി ആൾട്ടോ 800 ആണ്. ഓവർ ഹീറ്റ് ആയിരുന്നു കംപ്ലയിൻറ്റ്. ഓവർ ഹീറ്റ് ആയെന്ന് പറഞ്ഞാൽ കൂളൻ്റ് ലീക്കായി പോയിട്ട് ഹീറ്റായിട്ട് വണ്ടി ഓഫായി. അപ്പം അതിന് ശേഷം കസ്റ്റമർ നമ്മൾ വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി എന്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കൂളൻ്റ് ലീക്ക് ഉണ്ട്. ബാക്കിൽ എൽബോൻ്റെ സൈഡിൽ തെർമോസ്റ്റാറ്റും ഇതൊക്കെ പോകുന്നതിൻ്റെ എൽബോൻ്റെ പുറകിൽ എഞ്ചിൻ്റെ ബാക്ക് സൈഡ് വരുന്ന ഭാഗത്ത് എൽബോ ലീക്കായിട്ട് കൂളൻ്റ് ലീക്കായി പോയിരുന്ന കംപ്ലയിൻറ്റ്. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി എന്തായാലും എടുത്ത് കസ്റ്റമർ വണ്ടി കെട്ടി വലിച്ച് കൊണ്ടുവന്ന് വർക്ക്ഷോപ്പിൽ എത്തിച്ച് നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഹെഡ് ഗ്യാസ്കറ്റ് പോയതായിരുന്നു. ഹെഡ് ഗ്യാസ്കറ്റ് പോയി കൂളൻ്റ് പോയതിന് ശേഷം ഓവർ ഹീറ്റായിട്ട് ഹെഡ് ഗ്യാസ്കറ്റ് പോയിട്ട് അങ്ങനെയാണ് വണ്ടി ഓഫ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഹെഡ് അയച്ച് ഫുള്ള് സെറ്റാക്കി ഹെഡ് ഒക്കെ ഫേസ് ചെയ്ത് അതുപോലെ ഗ്യാസ്കറ്റൊക്കെ മാറ്റി ചെയ്യുന്നതാണ് വീഡിയോ. എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ചെക്കാണ്. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ആൾട്ടോ 800 വണ്ടി ഓവർ ഹീറ്റ് ആയിട്ടുണ്ട്. വണ്ടി ഓവർ ഹീറ്റ് തെർമോസ്റ്റാറ്റ് വാൾവ് അല്ലെങ്കിൽ അതുപോലെ കൂളൻ്റ് ലീക്കായിട്ട് കൂളൻ്റ് ഏത് ബാക്ക് സൈഡിൽ നിന്ന് മിക്കവാറും എൽബോൻ്റെ ഒക്കെ ആയിരിക്കും. ഇത് താഴ്ഭാഗത്ത് ഇവിടെ നിന്ന് വരുന്ന എൽബോൻ്റെ ഒക്കെ ആയിരിക്കും ലീക്കായിട്ടുണ്ടാ. വണ്ടി എന്തായാലും ഓവർ ഹീറ്റ് ആയിട്ടുണ്ട്. കസ്റ്റമർ ഓവർ ഹീറ്റായിട്ട് വണ്ടി ഓഫായി പോയി നിന്ന്. അപ്പോൾ മിക്കവാറും ഹെഡ് ഗ്യാസ്കറ്റ് കത്തിപ്പോയിട്ടാണ് സാധ്യത. അപ്പോൾ നമുക്ക് കൂളൻ്റ് ലെവൽ കസ്റ്റമർ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഫില്ലാക്കി അങ്ങനെ പതുക്കെയാണ് കൊണ്ടുവന്നത്. ഇത് കൂളൻ്റ് ഒന്നും ഇല്ല. ഇപ്പോൾ ഫുള്ള് വെള്ളമാണ്, പച്ചവെള്ളമാണ്. അപ്പോൾ കൂളൻ്റ് പൈപ്പ് എവിടെയെങ്കിലുമൊക്കെ ലീക്ക് ഉണ്ടാവും. അതുപോലെ റേഡിയേറ്റർക്ക് ബ്ലോക്ക് ഉണ്ടോ എന്നും കൂടി നോക്കണം. അപ്പോൾ വണ്ടി എന്തായാലും നമുക്ക് ഹെഡ് അയക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഹെഡ് ഗ്യാസ്കറ്റ് പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള മെയിൻ ഫസ്റ്റ് നമുക്ക് ഹെഡ് ഗ്യാസ്കറ്റ് പോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂളൻറ്റും ഓയിലൊക്കെ മിക്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനാണ് എഞ്ചിൻ്റെ ക്യാപ്പ് അയക്കാം. ഓയിലിൻ്റെ ക്യാപ്പ് അയച്ച് കഴിഞ്ഞാൽ കണ്ട, ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ഉണ്ടാ ക്രീം പോലെ ആയിട്ടുണ്ടാ. ഒരു ക്രീം പോലത്തെ കളറിൽ ഓയിലും കൂളൻ്റും കൂടി മിക്സ് ആക്കി ഇങ്ങനെ ഉണ്ടാകുക. എഞ്ചിൻ ഓയിലിൻ്റെ ക്യാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ മഞ്ഞ കളർ, ഒരു ലൈറ്റ് മഞ്ഞ കളർ ആയിട്ടിങ്ങനെ കൂളൻ്റ് ഓയിലും കൂടി മിക്സ് ആയിട്ട് ഈ കളറായിട്ടുണ്ടാവും. അപ്പോൾ മിക്കവാറും നമുക്ക് എന്തായാലും ഉറപ്പിക്കാം ഹെഡ് ഗ്യാസ്കറ്റ് പോയിട്ടുണ്ട്. കണ്ടാ അതിൻ്റെ ഉള്ളിലേക്ക് കണ്ട ഒരു കളറായിട്ട് ഉണ്ടാ കൂളൻ്റ് ഓയിലും കൂടി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഹെഡ് ഗ്യാസ്കറ്റ് എന്തായാലും പോയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും മാറ്റണം, ഹെഡ് ഗ്യാസ്കറ്റ് മാറ്റേണ്ടി വരും മിക്കവാറും. അപ്പോൾ നമുക്ക് മിക്കവാറും ഈ വണ്ടികൾ ആൾട്ടോ 900, ആൾട്ടോ അതുപോലെ 800, പഴയ മോഡൽ 800, ഈ വണ്ടിയൊക്കെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ കൂളൻ്റൊക്കെ ലീക്ക് ആയി കഴിഞ്ഞാൽ മിക്കവാറും ഹെഡ് ഗ്യാസ്കറ്റ് പോകും. അതുപോലെ ഓയിലും കൂളൻ്റൊക്കെ മിക്സ് ആവും. അപ്പോൾ ഹെഡിൻ്റെ ഗ്യാസ്കറ്റ് പോയി കഴിഞ്ഞാൽ എന്തായാലും ഹെഡ് അയക്കണമെങ്കിൽ മാനിഫോൾഡ് ഇതിങ്ങനെ ടൈമിംഗ് ഭാഗത്ത് ഇതുപോലെ ഫൗണ്ടേഷനൊക്കെ അയക്കണം. അപ്പോൾ അതൊക്കെ അയക്കണതാണ് നമ്മൾ വീഡിയോ. ഹെഡ് ഗ്യാസ്കറ്റ് പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ്റെ ഭാഗത്ത് ടൈമിംഗ് ബെൽറ്റൊക്കെ അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വാൾ കവറൊക്കെ ഒന്ന് അയച്ചിട്ട് വാൾ കവർ അയച്ച് ഇതാണ്ടാ വെള്ളം ഇതും മിക്സ് ആയിട്ടുണ്ടോ, വെള്ളത്തിൻ്റെ അംശമെല്ലാം കാണാം കേട്ടോ. നല്ല ക്രീം പോലെ ആയിട്ടുണ്ടോ, നല്ല ക്രീമി ആയിട്ടുണ്ട്. വെള്ളം കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും, ഈ കളർ ഉണ്ടാവും എഞ്ചിൻ ഓയിൽ, പെട്രോൾ വണ്ടി. അപ്പോൾ നമ്മൾ ഹെഡ് അയക്കുന്നുണ്ട്, വാൾ കവറെല്ലാം അയച്ച് കഴിഞ്ഞാൽ ഹെഡ് അയക്കുന്നുണ്ട്. അപ്പോൾ ഹെഡിൻ്റെ ബോൾട്ട് ലൂസ് ചെയ്യണം. അല്ലെങ്കിൽ ടൈപ്പ് ഇതാണ് വരുന്നത്, ബോൾട്ട് വരുന്നത് 8ൻ്റെ ബോൾട്ടാണ് വരിക. അപ്പോൾ ബോൾട്ട് ലൂസ് ചെയ്യുമ്പോൾ സമയത്ത് പ്രശ്നമില്ല, നമുക്ക് ഏതും ഇതായിട്ടും ലൂസ് ചെയ്യാൻ പ്രശ്നമില്ല. തിരിച്ചിടുന്ന ഹെഡിൻ്റെ ബോൾട്ട് തിരിച്ചിടുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ആദ്യത്തെ സെൻറ്ററിൽ രണ്ടെണ്ണം ഇടുക. അതിന് ശേഷം പിന്നെ പുറത്തേക്ക് സൈഡിലേക്ക് വരിക. ഇപ്പോൾ കുഴപ്പമില്ല. ഇതിപ്പോൾ ലൂസ് ചെയ്യുന്ന സമയത്ത് ഏതും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഓർഡറൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ 8ൻ്റെ ഫുൾ ഇതിടുന്ന ബോക്സാണ് വരിക ബോൾട്ട്. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ബോൾട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ ടൂളൊക്കെ ഇട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ മറ്റേ എൽ ഷേപ്പിലുള്ള സാധനം വെച്ചിട്ട് അയക്കുകയാണെങ്കിൽ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഹെഡിന് നല്ല ബോൾട്ട് നല്ല ടൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ബോൾട്ടെല്ലാം അയച്ചിട്ട് 8 ബോൾട്ട് വരുന്നുണ്ട്. 8 ബോൾട്ട് അയച്ച് ലൂസാക്കിയ ശേഷം നമുക്ക് ഹെഡ് അയച്ചെടുക്കും. ഹെഡ് അയച്ചതിന് ശേഷം അതിൻ്റെ ഗ്യാസ്കറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമുക്ക് നോക്കാം. ഇതുണ്ടായി കൂളൻ്റ് വെള്ളം, സിലിണ്ടർ ബ്ലോക്കിൻ്റെ അടുത്ത് വെള്ളം.
ഗ്യാസ്കറ്റ് നന്നായിട്ട് ഫേസിൽ എല്ലാം കിടക്കണം. ഇതിൻ്റെ ഫേസ് ഗ്യാസ്കറ്റ് ടച്ചാകുന്ന ഭാഗത്ത് പഴയ ഗ്യാസ്കറ്റിൻ്റെ പാടെന്തായാലും ഉണ്ടാവും. അതൊക്കെ വരച്ചാൽ നല്ല സ്മൂത്തായിട്ട് ഇതാക്കണം. ആദ്യം കുറച്ച് റഫ് പേപ്പർ കൊണ്ട് വരച്ചതിന് ശേഷം പിന്നെ കുറച്ച് സ്മൂത്തുള്ള പേപ്പർ കൊണ്ട് വരച്ച് നല്ല എല്ലാ ഭാഗവും എഡ്ജ് ഈ ഓയിലിൻ്റെ ഗ്യാപ്പ് വരുന്നതും ഓയിൽ ഗാലറിന് ഹെഡിലേക്ക് പോകുന്ന ഭാഗം അതുപോലെ കൂളൻറ്റിൻ്റെ വരുന്ന ഈ എഡ്ജുകൾ ശരിക്കും നന്നായിട്ട് നീറ്റായിട്ട് വരച്ച് ക്ലീൻ ആക്കണം. വേറെ കട്ടിങ് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഹെഡ് മാത്രം ഫേസ് ചെയ്താൽ മതി. ഈ സിലിണ്ടറിൻ്റെ ബ്ലോക്ക് ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സിലിണ്ടർ ബ്ലോക്കാണ് ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്യാസ്കറ്റിൻ്റെ പാടൊക്കെ ഉണ്ടായിരുന്നു. പഴയ ഗ്യാസ്കറ്റ് ഇവിടെ ഉണ്ട്. ഹെഡ് നമ്മൾ ഓൾറെഡി ഫേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, മൊത്തം ക്ലീൻ ആക്കിയതാണ്. ഹെഡിൻ്റെ ഈ ഓയിലിൻ്റെ ഈ ഭാഗത്തൊക്കെ വാൾവ് വരുന്ന ഭാഗത്തൊക്കെ മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഫേസ് ഭാഗം ഉണ്ടാകും. ഹെഡ് ഗ്യാസ്കറ്റ് ഫേസ് ചെയ്യുന്ന ഭാഗത്ത് നന്നായിട്ട് ഹെഡ് ഫേസ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് കൊടുത്തിട്ട് ഫേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വാൾവൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ. പിന്നെ അത് ക്ലീൻ ആക്കിയ ശേഷം നമുക്ക് ഹെഡിലേക്ക് കയറ്റണം. പുതിയ ഗ്യാസ്കറ്റ് ഇട്ടതിന് ശേഷം പഴയ ഗ്യാസ്കറ്റ് ഒഴിവാക്കിയിട്ട് പുതിയ ഗ്യാസ്കറ്റ് ഉണ്ട്. ഇതാണ് പഴയ ഗ്യാസ്കറ്റ്. കത്തിപ്പോയില്ല, സൈഡ് കത്തിയിട്ട് അത്ര വീഡിയോ അത്ര ക്ലിയർ ആവില്ല. ഗ്യാസ്കറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടോ. സിലിണ്ടർ ബ്ലോക്കിൻ്റെ ഭാഗത്ത് നന്നായി ക്ലീൻ ചെയ്ത് തന്നെ പേപ്പറിട്ടൊക്കെ വരച്ച്, അതുപോലെ പിസ്റ്റൻ്റെ ഭാഗത്തൊക്കെ കച്ചറയൊക്കെ ഉണ്ട്, അതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. എല്ലാ ഭാഗവും ഈ ഹോളിൻ്റെ ഭാഗവും വരുന്ന ഭാഗങ്ങളൊക്കെ നന്നായി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഹെഡ് ഗ്യാസ്കറ്റ് കയറ്റി കൊടുക്കണം. അതിന് മുമ്പ് ഈ സിലിണ്ടറിൻ്റെ ഈ അറ്റത്ത് ഫസ്റ്റ് സിലിണ്ടറും തേർഡ് സിലിണ്ടറിൻ്റെ രണ്ടറ്റത്ത് 2 സ്റ്റഡി പിൻ വരുന്നുണ്ട്. അത് ഗ്യാസ്കറ്റും അതുപോലെ ഹെഡും തമ്മിൽ കറക്റ്റായിട്ട് ഹോൾ കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റഡി പിൻ ഇട്ട് ശേഷം നമുക്ക് ഹെഡ് ഗ്യാസ്കറ്റ് ഇടാം. ഹെഡ് ഗ്യാസ്കറ്റ് ഈ ഒരു ടൈപ്പാണ് വരുന്നത്. ഒരു ആസ്പെറ്റോസ് ടൈപ്പൊക്കെ വരുന്നുണ്ട്, ഒരു മെറ്റൽ ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഓൾറെഡി ആദ്യം വന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസ്കറ്റ്, ഒരു ആസ്പെറ്റോസൊക്കെ ടൈപ്പ് വരുന്ന ഗ്യാസ്കറ്റാണ്. ഈ ഒരു ഹെഡ് ഗ്യാസ്കറ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പഴയ ഗ്യാസ്കറ്റും അങ്ങനെ തന്നെയാണ്. ഒരു ടൈപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് പഴയ ഗ്യാസ്കറ്റ് ഉണ്ടാവും. അതേ ടൈപ്പ് സാധനമാണ് പുതിയതും അതേ ടൈപ്പ് സാധനമാണ്. അപ്പോൾ ഇതിൽ തന്നെ ഹെഡ് ഗ്യാസ്കറ്റിൽ ഇവിടെ ടോപ്പ് നിന്നിട്ടുണ്ടാവും. ഉണ്ടാ ടോപ്പ് ഇതില്ല, കറക്റ്റ് സൈഡ് മാറാതെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണ്ട. ഈ ഒരു സ്റ്റഡി പിന്ന്, ഇവിടുത്തെ സ്റ്റഡി പിന്ന് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇപ്പുറത്തെ ഭാഗത്തും സ്റ്റഡി പിന്ന് കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഗ്യാസ്കറ്റ് കറക്റ്റായിട്ട് അവിടെ സെറ്റായി. ഇനി നമുക്ക് ഹെഡ് കയറ്റി കൊടുക്കണം. ഈ ഒരു ഭാഗത്തൊക്കെ കറക്റ്റായിട്ട് ഇനി ഹെഡ് കയറ്റി കൊടുക്കാം. ഇത് നമ്മൾ കറക്റ്റായിട്ടെല്ലാം ഫേസ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചാണ്. ഈ ഭാഗത്ത് കറക്റ്റ് ഫേസ് ചെയ്തെല്ലാം വാൾവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഹെഡ് കയറ്റി കൊടുക്കും. ഹെഡ് ഗ്യാസ്കറ്റ് വെച്ച സൈഡ് കറക്റ്റായിട്ട് ആ സ്റ്റഡി പിന്ന് കറക്റ്റായിട്ട് കയറണം കേട്ടോ. 2 സൈഡിലും അങ്ങേ സൈഡിലും അതുപോലെ ഇപ്പുറത്തും സ്റ്റഡി പിന്ന് കറക്റ്റായിട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ് കറക്റ്റ് സൂട്ടാവില്ല. അപ്പോൾ ഹെഡ് ഇട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെഡിൻ്റെ ബോൾട്ടെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹെഡ് കയറ്റി വെച്ചിട്ടുണ്ട്. ഹെഡിൻ്റെ ബോൾട്ടൊക്കെ ജസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ബോൾട്ട് ടൈറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ ബോൾട്ടും ഇട്ട് ത്രെഡ് ഏകദേശം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഹെഡിൻ്റെ ബോൾട്ട് ടൈറ്റ് ചെയ്യേണ്ട ഓർഡർ എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് ടൈറ്റ് ചെയ്യണം. ആദ്യം സെൻറ്ററിലത്തെ 1, 2, 3, 4 അങ്ങനെ സെൻറ്റർ ടൈറ്റ് ചെയ്യുക. ഈ 4 ടൈറ്റ് ചെയ്യുക. അടുത്ത പിന്നെ സൈഡിലേക്ക് വരിക. 1, 2, 3, 4 അങ്ങനെ ആ ഓർഡറിലാണ് ടൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എല്ലാ ബോൾട്ടുകളും ടൈറ്റ് ചെയ്ത് കറക്റ്റാക്കി കൈകൊണ്ട് ഏകദേശം ടൈറ്റ് ചെയ്ത് വെക്കുക. ശേഷം ടോർക്ക് റേഞ്ച് വെച്ച് നമ്മൾ ഒരു 6 കിലോഗ്രാം ടോർക്കാണ് അടിക്കാൻ പോകുന്നത്. അതിനനുസരിച്ച് ന്യൂട്ടൺ മീറ്ററിലും അതിൽ ആ കറക്റ്റ് ആ ഓർഡറിൽ വരും. അത് ഞാൻ കാണിച്ചു തരാം. അത് ജസ്റ്റ് ഈ ബോൾട്ടുകളൊക്കെ ഒന്ന് ടൈറ്റാക്കി വെക്കട്ടെ. ജസ്റ്റ് ഹാൻഡ് ടൈറ്റ് ചെയ്ത് വെക്കട്ടെ. ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോർക്ക് റേഞ്ചിൽ 6 kg ഞാൻ പറയണം. നമ്മളിപ്പോൾ kg-യിലാണ് അടിക്കണത്. kg വരുമ്പം 6 ആണ് വരിക. 6 ഞാൻ ഇപ്പോൾ കുറച്ച് ഇറക്കി വെച്ചതാണ്. 6 വെക്കണം. അപ്പോൾ ഈ ന്യൂട്ടൺ മീറ്ററിൽ വരികയാണെങ്കിൽ അതിൻ്റെ തൊട്ടിപ്പുറത്തെ റീഡിംഗ് ഉണ്ട്, ന്യൂട്ടൺ മീറ്റർ റീഡിംഗ് ഉണ്ട്. അപ്പോൾ ന്യൂട്ടൺ മീറ്ററിൽ വരുമ്പോൾ 57 വരും. 57 ഏകദേശം 57 വരുന്നത്. 6 വരുന്ന സമയത്ത് ന്യൂട്ടൺ മീറ്ററിൽ 57. ചേട്ടാ കറക്റ്റ് ഓർഡർ സെൻറ്ററിൽ നിന്ന് അടിച്ചിട്ട് വരണം. സെൻറ്ററിൽ പിന്നെ ലാസ്റ്റ് ഈ 3rd സിലിണ്ടറിൻ്റെ പുറത്തെ ബോൾട്ട്, ഇനി അതിൻ്റെ തൊട്ട് താഴെ ഫ്രണ്ട് ഭാഗം കഴിഞ്ഞിട്ട് ഫസ്റ്റ് സിലിണ്ടറിൻ്റെ ബാക്കിൽ വരുന്ന ബോൾട്ട്, കഴിഞ്ഞിട്ട് ആ ഫസ്റ്റ് സിലിണ്ടറിൻ്റെ ഇങ്ങേ അറ്റത്ത് ബോൾട്ട്, ഫസ്റ്റ് ബോൾട്ട്. ഇങ്ങനെ വേണം ടോർക്ക് അടിക്കാൻ. നമ്മൾ ഹെഡിൻ്റെ എല്ലാ ബോൾട്ടുകളും ടോർക്ക് അടിച്ചിട്ടുണ്ട്. ഈ 8 ബോൾട്ടുകളും ടോർക്ക് അടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വാൾവിൻ്റെ ഈ മേലെ മുകളിൽ വരുന്ന ഈ വാൾവിൻ്റെ ഈ റോക്കറാമൊക്കെ ഒന്ന് കറക്റ്റാക്കി സെറ്റായി വെക്കുക.
കാരണം അതൊക്കെ കറക്റ്റ് ആ ഗാഡിയിൽ വീണിട്ടില്ല നമ്മൾ വാൾവ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കറക്റ്റായി വെച്ച് കൊടുക്കുക. ചെറിയ ടൈറ്റ് ഉണ്ടാവും. അത് ഓയിലൊക്കെ ഒന്ന് ലൂബ്രിക്കേഷൻ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആവും. കറക്റ്റ് വാൾവിൻ്റെ മേലെ ആ കയറ്റി ഇടുക. അതിന് ശേഷം നമുക്ക് റോക്കർ ആം ഇടണം. അതുപോലെ റോക്കർ പോസ്റ്റ് ഇടണം. അതുപോലെ ക്യാം ഷാഫ്റ്റ് ഇടണം. ക്യാം ഷാഫ്റ്റ് ഇതൊക്കെ നമ്മൾ സെറ്റാക്കി എല്ലാം തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ റോക്കറാം വാൾവിൻ്റെ ഇതിന് മുകളിൽ വരുന്ന റോക്കറാം ഇതൊക്കെ ഇടണം. അപ്പോൾ നമ്മൾ ഹെഡ് ബോൾട്ടൊക്കെ ടോർക്ക് അടിച്ചതിന് ശേഷം ക്യാം ഷാഫ്റ്റ് കയറ്റിയാണ്. ക്യാം ഷാഫ്റ്റിൻ്റെ ഓരോ റോക്കർ പോസ്റ്റിലെ ബോൾട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. 8ൻ്റെ ബോൾട്ടാണ് വരുന്നത്. ചെറിയ 8ൻ്റെ ബോൾട്ടായതുകൊണ്ട് അധികം ടൈറ്റ് ചെയ്യാനും പറ്റില്ല, അതിൽ ലോങ് ടോർക്ക് അടിക്കാനും പറ്റില്ല. മിനിമം ടൈറ്റ് 8ൻ്റെ ബോൾട്ടിൻ്റെ ടോർക്ക് നമുക്കറിയാമല്ലോ. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1 2 മാക്സിമം ഒരു 3 വരെ 3 വരെ അടിക്കാൻ പറ്റില്ല. ഒരു മിനിമം ടോർക്ക് അടിക്കുക. ബോൾട്ട് കുറച്ച് ലെങ്തി ബോൾട്ട് ആയതുകൊണ്ട് ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് ഉള്ളൊന്ന് ടൈറ്റ് ചെയ്യാം. റോക്കർ പോസ്റ്റ് എല്ലാം കൂടി ടൈറ്റ് ചെയ്യാൻ ശേഷം അപ്പുറ സൈഡിൽ വരുന്ന വാൾവിൻ്റെ റോക്കർ ആം പിടിപ്പിക്കാണ്ട്. നമ്മൾ റോക്കർ പോസ്റ്റ് എല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. റോക്കർ പോസ്റ്റ് എന്തായാലും മാറിപ്പോയി. എല്ലാത്തിനും ഓരോ നമ്പർ ഉണ്ട് കേട്ടോ. ഇവിടെ 1 2 3 4 5 എല്ലാം ഓർഡറിൽ അങ്ങനെ നമ്പറുള്ളതുകൊണ്ട് ഈ റോക്കർ പോസ്റ്റ് എന്തായാലും മാറിപ്പോയില്ല. അപ്പോൾ ക്യാം ഷാഫ്റ്റ് പിടിപ്പിച്ച ശേഷം റോക്കർ പോസ്റ്റ് പിടിപ്പിച്ച് ഇതിൻ്റെ ടോർക്ക് 8 ബോൾട്ടും 8ൻ്റെ സൈസ് വരുന്ന ബോൾട്ടൊക്കെ പിടിപ്പിച്ചതിന് ശേഷം ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഇപ്പുറത്ത് ബാക്ക് സൈഡിൽ വരുന്ന ഇൻലെറ്റ് വാൾവിൻ്റെ റോക്കറാം വേണ്ട. ഇൻലെറ്റ് വാൾവിൻ്റെ റോക്കറാം അത് റോക്കർ ക്യാം ഷാഫ്റ്റിൽ നിന്നുള്ള ഈ റോക്കറാമിലാണ് അതിൻ്റെ വാൾവിൻ്റെ വർക്ക് ചെയ്യുന്നത്. വാൾവിൻ്റെ ആക്ഷൻ ഉണ്ടാവുന്നത്. എക്സോസ്റ്റ് വാൾവിൻ്റെ വരുന്ന പറഞ്ഞാൽ ക്യാം ഷാഫ്റ്റിൻ്റെ അടിയിൽ ഡയറക്റ്റ് ചെറിയ റോക്കറാമുണ്ട്. സിംഗിൾ റോക്കറാം അതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് പിടിപ്പിച്ച് ഇതിൻ്റെ പോസ്റ്റ് പിടിപ്പിച്ച് റോക്കറാമിൻ്റെ മെയിൻ പോസ്റ്റ് പിടിപ്പിച്ച ശേഷം അതിൻ്റെ ബോൾട്ട് അല്ലെങ്കിൽ ബോൾട്ടാണ് വരുന്നത്. അപ്പോൾ റോക്കറാമിൻ്റെ ഇൻലെറ്റ് വാൾവിൻ്റെ റോക്കറാമിൻ്റെ മെയിൻ പോസ്റ്റ് വരുന്നുണ്ടല്ലോ, ഇത് പിടിപ്പിച്ച്. അപ്പോൾ അതിൽ ബോൾട്ട് വരുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ബോൾട്ടാണ് വരുന്നത്. 6ൻ്റെ അല്ലെങ്കിൽ ബോൾട്ട് സൈസാണ് വരുന്നത്. അപ്പോൾ നമ്മളത് ടൈറ്റ് ചെയ്യണം. ഏകദേശം ടൈറ്റ് ചെയ്ത് ടോർക്ക് അടിക്കണം. അപ്പോൾ എല്ലാം ഏകദേശം ആദ്യം കൈകൊണ്ട് അടുപ്പിച്ചതിന് ശേഷം ആദ്യം സെൻറ്ററിൽ പിടിക്കുക. മെയിനായിട്ട് സെൻറ്ററിൽ ആദ്യം ടൈറ്റ് ചെയ്യുക, ഹാൻഡ് ടൈറ്റ് ചെയ്യുക. അതിന് ശേഷം സൈഡിലേക്ക് വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എല്ലാ ഹെഡിൻ്റെ ബോൾട്ടൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ അതിൻ്റെ ഓർഡർ വരുന്നത്. കറക്റ്റ് ടൈറ്റ് ചെയ്യുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സെൻറ്ററിൽ നിന്ന് സൈഡിലേക്ക് വരിക, അതാണ് അതിൻ്റെ ഓർഡർ. ഒരു സൈഡിൽ നിന്ന് മാത്രം പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് ആ കറക്റ്റ് അലൈൻമെൻറ്റ് കറക്റ്റ് ആവില്ല. അതുപോലെ ഹെഡ് ഗ്യാസ്കറ്റ് അതൊക്കെ കറക്റ്റ് ആവില്ല. ഇതുപോലെ ബെയറിങ്ങിൻ്റെ ഇത് വരുന്നത് മെയിൻ ഷാഫ്റ്റ് തന്നെ സെൻറ്ററിൽ കറക്റ്റായി നിൽക്കില്ല. ലെവലിൽ നിൽക്കണമെങ്കിൽ ഇതുപോലെ സെൻറ്ററിൽ നിന്ന് സൈഡിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിതിപ്പോൾ കൈ കൊണ്ട് ഹാൻഡ് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം ഒന്ന് ടോർക്ക് അടിക്കണം. ഇതൊരു 12ൻ്റെ സൈസിൻ്റെ ബോൾട്ടാണ് ഏകദേശം വരുന്നത്. പക്ഷേ നമ്മളിതിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ടൂള് അല്ലെങ്കിലാണ് വരുന്നത് മുകളിൽ ഹെഡ് ഭാഗം. അപ്പോൾ അതൊരു ടോർക്ക് അടിക്കാം. അതൊരു 3 ടോർക്ക് അടിക്കാം. 3 കിലോഗ്രാം ടോർക്ക് അടിക്കാം kg. അപ്പോൾ നമ്മൾ ഇതിൽ ടോർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 ടോർക്ക് kgയിൽ 3 സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്നാണ് മെയിനായിട്ട് ടോർക്ക് അടിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ബോൾട്ടായതുകൊണ്ട് കറക്റ്റ് സ്ലിപ്പാകും. കറക്റ്റ് ടൈറ്റ് ചെയ്ത് ഇത് ലൂസ്. ഓക്കെ. റോക്കർ പോസ്റ്റ് അതുപോലെ ടോർക്ക് അടിച്ചിട്ടുണ്ട്. 3 kgയിൽ 3 അടിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ടോർക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ടോർക്ക് അടിച്ച് ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു. ഇനിയുള്ളത് വാൾവ് സെറ്റ് ചെയ്യണം. നമ്മൾ ടൈമിംഗ് ചെയിൻ പിടിപ്പിക്കണം, ടൈമിംഗ് ബെൽറ്റ് പിടിപ്പിക്കണം, ക്യാം ഷാഫ്റ്റ് പുള്ളി പിടിപ്പിക്കണം. അതുപോലെ ക്രാങ്ക് ഷാഫ്റ്റ് പുള്ളി ഓൾറെഡി അതിലുണ്ട്. ക്യാം ഷാഫ്റ്റ് പുള്ളി പിടിപ്പിക്കണം. അതുപോലെ ടെൻഷനറും ടൈമിംഗ് ബെൽറ്റും പിടിപ്പിക്കണം. ടൈമിംഗ് ബെൽറ്റ് നമ്മൾ ഇതിൻ്റെ മാറുന്നുണ്ട്. ബാക്കി വാൾവ് സെറ്റ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നില്ല. ബാക്കിയെല്ലാം നമ്മൾ ടൈമിംഗ് ഒക്കെ സെറ്റ് ചെയ്യുക. അത് നമ്മൾ ക്യാം ഷാഫ്റ്റിൻ്റെ ഇവിടുത്തെ ഓയിൽ സീൽ പുതിയതിടണം. പുതിയ ഇതിടുന്ന സമയത്ത് ഓയിൽ സീൽ നമ്മൾ പുതിയ ഇടുന്നുണ്ട് കേട്ടോ. ഇതാണ് ഓയിൽ സീൽ ചെറിയ റേറ്റ് ഉള്ളൂ. 75 രൂപ 76 രൂപ 76 രൂപയിൽ റേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓയിൽ സീൽ അത് പുതിയത് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. പഴയതൊക്കെ അയച്ചെടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ക്രാക്കായിട്ട് ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റ് ഇതാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി ഓയിൽ സീൽ. അപ്പോൾ ഈ ഓയിൽ സീൽ ഇടാം. അതിന് ശേഷം നമുക്ക് ക്യാം ഷാഫ്റ്റ് പുള്ളി ഇടാനുണ്ട്. ശേഷം ടൈമിംഗ് ബെൽറ്റും ടെൻഷനറും ഇടാനുണ്ട്. നമ്മൾ ക്യാം ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ അതിൻ്റെ അകത്ത് ഓയിൽ സീൽ ഇട്ടതിന് ശേഷം ക്യാം ഷാഫ്റ്റ് പുള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടോ? പുള്ളി ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം അതിന് ടോർക്ക് അടിക്കുന്നുണ്ട്. ഓക്കെ, ടോർക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈമിംഗ് ബെൽറ്റ് ഇനി ക്യാം ഷാഫ്റ്റ് പുള്ളി നമ്മൾ ടോർക്ക് അടിച്ച് കഴിഞ്ഞാൽ ടൈമിംഗ് ബെൽറ്റ് ഇടണം. പഴയ ടൈമിംഗ് ബെൽറ്റ് ഓൾറെഡി പൊട്ടിപ്പോയിട്ടുണ്ട്. അതിൻ്റെ കണ്ടീഷൻ ഇതായിരുന്നു കേട്ടോ. അത് പൊട്ടിപ്പോയിട്ട് അപ്പോൾ നമ്മൾ പുതിയ ടൈമിംഗ് ബെൽറ്റ് ഇടാം. പുതിയ ടൈം ബെൽറ്റ് എന്ന മാരുതി സുസുക്കിൻ്റെ ജെന്യൂൻ പാർട്സ് കേട്ടോ. ഗേറ്റ്സ് എന്നുള്ള കമ്പനിയുടെ MGP ഇത് വരുന്നുണ്ട്. MGP ആണ് മാരുതി സുസുക്കിയുടെ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് പറഞ്ഞാൽ ഏകദേശം 650 താഴെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഉള്ള ബെൽറ്റാണ്. 1 lakh സർവീസ് 1 lakh
പീരീഡാണ് ഇത് ടൈം ബെൽറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ടൈം ബെൽറ്റ് ഇങ്ങനെ പിരിക്കാൻ പാടില്ല, ഡാമേജ് അതിൽ ടീത്ത് ഡാമേജ്. അപ്പോൾ നമുക്ക് ഈ ടൈം ബെൽറ്റ് കറക്റ്റ് ക്രാങ്കും ക്യാമും ക്രാങ്ക് ഷാഫ്റ്റും ക്യാം ഷാഫ്റ്റും കറക്റ്റ് മാർക്കിൽ വെച്ചതിന് ശേഷം ടൈം ബെൽറ്റ് ഇട്ട് കൊടുക്കാം. ക്രാങ്കും ക്യാമും കറക്റ്റ് ഇതിൽ വെച്ചതിന് ശേഷം നമുക്ക് ടൈം ബെൽറ്റ് ഇട്ട് കൊടുക്കാം. ശേഷം വാൾവ് സെറ്റ് ചെയ്യാനുണ്ട്. വാൾവിൻ്റെ ഗ്യാപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാൾവിൻ്റെ ഗ്യാപ്പ് സെറ്റ് ചെയ്യാനുണ്ട്. വാൾ ക്ലിയറൻസ് ടൈമിംഗ് ബെൽറ്റൊക്കെ ഇട്ട് കറക്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ടൈം ബെൽറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമിൻ്റെ പുള്ളി മാർക്ക് ഇവിടെ നേരെ സ്ട്രൈറ്റ് ഇതിലേക്കും, ക്രാങ്കിൻ്റെ പുള്ളിയുടെ മാർക്ക് വരുന്നത് അവിടെ നേരെ മുകൾ ഭാഗത്തേക്കായിരിക്കും. ഈ ലോക്ക് പിന്നി സ്റ്റഡി പിന്നെ മുകളിലായിട്ട് വരുന്ന വിധത്തിൽ ലോക്കാക്കിയിട്ടുണ്ട്. ടൈം ബെൽറ്റൊക്കെ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ നമ്മൾ വാൾ ക്ലിയറൻസ് ചെയ്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കറക്റ്റാക്കി ഇട്ടിട്ടുണ്ട്, ടൈം ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളൊന്ന് ക്രാങ്ക് ഒന്ന് മൊത്തത്തിൽ ഒന്ന് കറക്കി നോക്കണം. ടൈമിങ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, ടൈറ്റ് ഉണ്ടോ ഉള്ളവർ ഒന്ന് കറക്കി നോക്കണം. കറക്കിയില്ലെല്ലാം ഓക്കെ ആണെങ്കിൽ ആ കംപ്രഷൻ വരുന്ന സമയത്ത് മാത്രമേ ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും, ബാക്കി കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ടൈമിംഗ് മാർക്ക് കറക്റ്റ് വെച്ചിട്ടുണ്ട് കണ്ടോ. ടൈം മാർക്ക് ഞാൻ ഇവിടെ ബെൽറ്റിൻ്റെ മുകളിൽ പേനയോട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഏകദേശം സ്ട്രൈറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ ക്രാങ്കിൻ്റെ മാർക്ക്, അവിടെ ക്രാങ്കിൻ്റെ മാർക്ക് സ്ട്രൈറ്റ് സ്റ്റഡി പിന്ന് വരുന്ന ഭാഗം, ആ ക്രാങ്ക് പിന്നിൻ്റെ ബോൾട്ടിൻ്റെ അവിടെ വരുന്ന ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ ഗിയറിൻ്റെ ആ ലോക്ക് പിന്ന് സ്ട്രൈറ്റ് വരും. ഇവിടെ ഉള്ളിൽ മാർക്ക് ഉണ്ട്, അത് കറക്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി വാൾവ് ക്ലിയറൻസ് ചെയ്യണം. ആ സമയത്ത് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സിലിണ്ടർ ഇൻലെറ്റ് 2 ഇൻലെറ്റും അതുപോലെ സെക്കൻഡ് സിലിണ്ടർ 2 ഇൻലെറ്റും ആണ് ആദ്യം ചെയ്യേണ്ടത്. ആദ്യം ടൈമിംഗ് കറക്റ്റ് മാർക്ക് വെച്ചതിന് ശേഷം ചെയ്യേണ്ടത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ ഫസ്റ്റ് സിലിണ്ടറിലത്തെ 2 എക്സോസ്റ്റും തേർഡ് സിലിണ്ടറിലത്തെ 2 എക്സോസ്റ്റും, ഈ ഇത്രയും ഇതാണ് ആദ്യം ഫസ്റ്റ് ടൈമിംഗ് മാർക്ക് കറക്റ്റ് വെച്ചതിന് ശേഷം ചെയ്യേണ്ടത്. ഫസ്റ്റ് സിലിണ്ടർ 2 ഇൻലെറ്റും സെക്കൻഡ് സിലിണ്ടർ 2 ഇൻലെറ്റും, അതോടൊപ്പം ഫസ്റ്റ് സിലിണ്ടർ 2 എക്സോസ്റ്റ് തേർഡ് സിലിണ്ടർ 2 എക്സോസ്റ്റ്. ഇത്രയുമാണ് ഫസ്റ്റ് ടൈമിംഗ് കറക്റ്റ് നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം ചെയ്യേണ്ടത്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ക്രാങ്ക് ഷാഫ്റ്റ് ഒരു റൗണ്ട് കറക്കുക. ആ സമയത്ത് ക്യാം ഷാഫ്റ്റ് പകുതി റൊട്ടേഷൻ കറങ്ങും. ആ സമയത്ത് ചെയ്യേണ്ടത് രണ്ടാമത്തെ ടൈമിൽ ചെയ്യേണ്ടത് പറഞ്ഞാൽ തേർഡ് സിലിണ്ടറിൻ്റെ 2 ഇൻലെറ്റും സെക്കൻഡ് സിലിണ്ടറിൻ്റെ 2 എക്സോസ്റ്റും. അപ്പോൾ ഇത്രയും കൂടി വാൾ ക്ലിയറൻസ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി അവരൊക്കെ ഇടാം. ഇതിൻ്റെ വാൾ ക്ലിയറൻസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ഐ ബട്ടണിലും അതിൻ്റെ ലിങ്ക് കൊടുക്കുക, നിങ്ങൾ കണ്ടു നോക്കുക. ഡീറ്റെയിൽ ആയി ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്ത ടൈമിംഗ് ബെൽറ്റ് ഒന്ന് ശേഷം ഒന്ന് കറക്കി നോക്കി, ടൈമിംഗ് ബെൽറ്റിൻ്റെ ഭാഗത്തുനിന്ന് കറക്കി നോക്കി എന്തെങ്കിലും ടൈറ്റൊക്കെ ഉണ്ടോ നോക്കണം. അപ്പോൾ അത് ടൈമിംഗ് ബെൽറ്റിൻ്റെ ഭാഗത്തുനിന്ന് കറക്കി നോക്കി, ഓൾറെഡി കറക്കി നോക്കിയിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒരു റൗണ്ടും കൂടി ഒന്ന് കറക്കി നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ പിടിപ്പിക്കാം. നമ്മൾ പഴയ വാൾ കവർ പാക്കിങ് മാറ്റണം എന്തായാലും. ഇപ്പോൾ വാൾ കവർ പാക്കിങ് എന്തായാലും സ്റ്റിക്കി ആയി പോയിട്ടുണ്ടാവും, ഓയിലൊക്കെ ലീക്ക് ഉണ്ടാവും. ഇതാ പഴയ വാൾ കവർ പാക്കിങ് മാറ്റിയിട്ടുണ്ട്. അതുപോലെ വാൾ കവറൊക്കെ മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട്, നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. സൈഡൊക്കെ ഇതിനുള്ളിലൊക്കെ ഫുള്ള് ഇങ്ങനെ കരി പിടിച്ചിട്ട് ഓയിൽ മാറ്റായിട്ട് ഓയിലിൻ്റെ കട്ട പിടിച്ചിട്ട് പുതിയ വാൾ കവർ പാക്ക് ചെയ്താൽ വരുന്നുണ്ട്. നല്ല ഫ്ലെക്സിബിൾ സാധനമാണ് ഈ സാധനം. ഇത് മാറ്റുന്നുണ്ട്. ഇതിന് ഏകദേശം ഒരു 130 രൂപയ്ക്കാണ് വരുന്നത്. ഈ വാൾ കവർ പാക്കിൻ്റെ ഈ സൈഡ് വരുന്നത് ഹെഡിൻ്റെ ടൈമിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഡിസ്ട്രിബ്യൂട്ടറൊക്കെ പഴയ വണ്ടി ഡിസ്ട്രിബ്യൂട്ടർ വരുന്ന ടൈപ്പ് ഈ ഭാഗത്ത് ഒരു ഡമ്മി വരുന്നുണ്ട്, ചെറിയൊരു ഡമ്മി. ഈ ഒരു ഡമ്മി നമ്മൾ ജസ്റ്റ് അനാബോണ്ട് പേസ്റ്റ് ഇട്ട് ഇവിടെ സെറ്റാക്കി കൊടുക്കണം. പേസ്റ്റ് ഇവിടെ സെറ്റാക്കി കൊടുത്തതിന് ശേഷം വാൾ കവർ പാക്കിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാക്കിങ് ഇത് ഡമ്മി ഇടുന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ ബോണ്ട് ഇടണം. കുറച്ച് ബോണ്ട് ഇട്ടതിന് ശേഷം ഇവിടെ സെറ്റാക്കി കൊടുക്കാം. ശേഷം വാൾ കവർ പാക്കിങ് പുതിയ ഇട്ട് ഇത് വാൾ കവർ അങ്ങനെ ഇട്ടു. നമ്മൾ വാൾ കവർ പാക്കിങ് ഇട്ട് വാൾ കവർ കയറ്റിയിട്ടുണ്ടല്ലോ, വാൾ കവർ കയറ്റിയിട്ടുണ്ട്. ആ ബോൾട്ടെല്ലാം ടൈറ്റ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഡമ്മി ഈ സൈഡിൽ വരുന്നുണ്ടോ, ആ ഡമ്മിയൊക്കെ ഇട്ടിട്ട് ബോണ്ടിട്ട് കയറ്റിയിട്ടുണ്ടോ, ഈ ബോണ്ടിട്ട് കയറ്റിയിട്ടുണ്ട്. ഈ മാനിഫോൾഡ് കയറ്റണം. മാനിഫോൾഡിൻ്റെ പാക്കിങ് കുഴപ്പമില്ല, പാക്കിങ് പഴയ തന്നെയാണ് ഇടുന്നത് ശരിക്കും. മാനിഫോൾഡിൻ്റെ ബോൾട്ട് വരുന്നത് പറഞ്ഞാൽ ഈ 2 ബോൾട്ട്, ഈ 2 ബോൾട്ട് 2 നീളം കൂടുതലാണ്. അതുപോലെ അതിന് കുറച്ച് ചെറുത് 2 നീളം കുറഞ്ഞു. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഈ പൊസിഷനിൽ കറക്റ്റ് നോക്കിയിട്ട് താഴെ വരുന്ന 2 ബോൾട്ട് നീളം കൂടുതൽ, ഇത് 2 നീളം കുറവ്. ബാക്കി വരുന്ന 2 നട്ടാണ്. ഈ 2 എൻഡിൽ 2 നട്ടാണ് വരുന്നത്. ആ നട്ടാണിത് കണ്ടോ. അപ്പോൾ അത് വെച്ച് നമുക്ക് മാനിഫോൾഡ് ഇട്ട് കൊടുക്കാം. മാനിഫോൾഡിൻ്റെ മേലെ കൂടെ വരുന്നതുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ വരുന്നുണ്ടോ. അപ്പോൾ വാൾ കവർ പാക്ക് ഇട്ടതിന് ശേഷമാണ് ഇടുന്നത്. ഇങ്ങനെ വരിക, ഈ ഒരു പൊസിഷനിൽ വരുന്നുണ്ടോ. അപ്പോൾ വാൾ കവർ പാക്ക് ഇടാം. മറ്റു വണ്ടികൾക്കാണെങ്കിൽ മാനിഫോൾഡ് നേരെ ഈ ഒരു മേലെ കൂടെ ഇല്ലാത്ത വരുന്നതുകൊണ്ട് നമുക്ക് 2 ഒന്നിച്ചിട്ട് കൊടുക്കുക ഹെഡിൻ്റെ ഒപ്പം തന്നെ. എന്തായാലും വർക്ക് കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഭാഗത്തൊക്കെ ലീക്ക് ഇതിലൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റേസ് ചെയ്യുമ്പോൾ കേട്ടോ വർക്ക് എൽബോൻ്റെ ലീക്ക്, നേരത്തെ പറഞ്ഞ എൽബോൻ്റെ ലീക്ക് അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ബെൽറ്റ് ചെറിയ പ്രശ്നമുണ്ട്, ആൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് പ്രശ്നമുണ്ട്. അതായത് ബെൽറ്റൊക്കെ മാറിയിട്ടുണ്ട്. ആ ബെൽറ്റ് ഉണ്ടോ,
ഇതെന്ത് പുതിയ വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വണ്ടി ഇപ്പോൾ ഏകദേശം പോയിട്ട് ട്രയലൊക്കെ ഒന്ന് നോക്കിയിട്ട് വണ്ടി ട്രയലൊന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് കൂളൻറ്റിൻ്റെ ലീക്ക് ഉണ്ടോയെന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യാം. വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കിയെല്ലാം ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ എൽബോൻ്റെ ലീക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. എൽബോൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗത്തൊക്കെ ലീക്കൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വർക്ക് കഴിഞ്ഞ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഹെഡൊക്കെ പിടിപ്പിച്ചതിന് ശേഷം വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ് കണ്ടോ? അപ്പോൾ വണ്ടിയെല്ലാം ഇതായിട്ട് തെർമോസ്റ്റാറ്റ് വാൾവൊക്കെ ഓപ്പൺ ആകുന്ന കണ്ടീഷനിൽ വരെ ഫാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് വരെ നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇട്ടു. ഹെഡ് ഗ്യാസ്കറ്റൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം ഫുൾ പുതിയ കൂളൻ്റൊക്കെ ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് കണ്ടോ? വണ്ടി ഫാനൊക്കെ വർക്ക് ചെയ്യുന്ന സൗണ്ട്, എഞ്ചിൻ്റെ സൗണ്ട് അല്ല, എഞ്ചിൻ്റെ സൗണ്ടൊക്കെ കറക്റ്റ് കേൾക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ലീക്കൊന്നും ഇല്ല, ഒക്കെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ ഹെഡ് ഗ്യാസ്കറ്റൊക്കെ പോകാനുള്ള മെയിൻ കാരണങ്ങളിലൊന്ന് കൂളൻ്റ് ലീക്കായി പോയാൽ, കൂളൻ്റ് ലീക്കായ ലെവലില്ലെങ്കിൽ വണ്ടി ഓവർ ഹീറ്റ് ആവും. ആൾട്ടോ 800, ആൾട്ടോ അതുപോലെ വാഗണാർ ഈ മോഡൽ വണ്ടികളൊക്കെ മിക്കവാറും ഒരിക്കൽ കൂളൻ്റ് ഇല്ലെങ്കിൽ, കൂളൻ്റ് ഇല്ലാതെ ഹീറ്റായി കഴിഞ്ഞാൽ എന്തായാലും ഹെഡ് ഗ്യാസ്കറ്റ് കത്തിപ്പോവും, കൺഫേം ആയിട്ട് കത്തിപ്പോവും. കാരണം പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വണ്ടി നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും ഒരിക്കൽ ഹീറ്റായിട്ട് വണ്ടി ഓഫ് ആയെങ്കിൽ എന്തായാലും ഗ്യാസ്കറ്റ് കത്തിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാന്ന് വെച്ചാൽ ഓടിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ മിക്കവാറും അത് വെള്ളം വീണ്ടും എഞ്ചിനിലേക്ക് പോകും, എഞ്ചിൻ ഓയിലിലേക്ക് മിക്സായി പോകാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും കേസിലൊക്കെ അങ്ങനെയാണ് വരാറ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വണ്ടികൾക്ക് ഇതുപോലെ കൂളൻ്റ് ലീക്കൊക്കെ ഉണ്ടോ എന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യാം. കൂളൻ്റിനെ ഒഴിച്ച് കഴിഞ്ഞാൽ മിക്കവാറും ആ കളർ ലീക്കാകുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഫ്ലോറിൽ വണ്ടി നിർത്തിയിട്ട് ഭാഗത്ത് എന്തായാലും കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യാം. വണ്ടി ഹീറ്റാകാതെ നോക്കുക, അതാണ് മെയിൻ ഇത്. കൂളൻ്റൊക്കെ ലീക്ക് ഉണ്ട് എൽബോ വരുന്ന ഭാഗത്ത്, അതുപോലെ റബ്ബർ പൈപ്പും മെറ്റൽ പൈപ്പൊക്കെ ഇതാ ജോയിൻറ്റ് വരുന്ന ഭാഗത്തേക്കാണ് തുരുമ്പ് പിടിച്ച് ഇതുപോലെ ലീക്കായി പോവുക. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. സർവീസിൽ പോകുന്ന സമയത്തൊക്കെ എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലെ വീഡിയോക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.